ഈ ഭസ്മം മേത്ത് സോപ്പിന് പകരം ഫുള്ള് തേക്കുക, ഒരു 5 മിനിറ്റ് നിൽക്കുക, എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ദേഹത്തെ പാടെല്ലാം മാറി സ്കിൻ നല്ല സ്മൂത്തും വൈറ്റും നമ്മുടെ കളർ പെയ്ഡൊക്കെ മാറി പെട്ടെന്ന് ആ കുരുക്കളുടെ പാട് മാറാൻ നിങ്ങളെ സഹായിക്കും. ഈ ആയുർവേദ മിക്സ് ഇട്ട് കുളിച്ചിട്ട് മേത്ത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഒരുപാട് കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ മാത്രം കുളിച്ച് ജസ്റ്റ് ബോഡി ഒന്ന് ഒപ്പിയിട്ട് ഭസ്മം എടുക്കുക. നമ്മൾ കടയും നമുക്കറിയാം ഒരു വ്രണോ കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊന്നും വൃത്തിയായിട്ടിരിക്കുമ്പോൾ അതിൽ വേറെ അണുക്കൾ അവിടെ പെരുകില്ല. ഇതിലൊക്കെ കൂടുതൽ കുരുക്കളും അണുക്കളും പാടുകളും ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഈ അണുക്കൾ പെരുകുമ്പോഴാണ്. അണുക്കൾ പെരുകാതിരിക്കാനാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/4 അടുപ്പ് ഡെറ്റോൾ ഒഴിക്കുക വെള്ളത്തിൽ. ആ വെള്ളം മിക്സ് ചെയ്ത് നിങ്ങൾ കുടിക്കുക. അപ്പോൾ നമ്മൾ തലയൊന്നും കുളിക്കുന്നതിന് ഒരു ഇഷ്യൂ ഇല്ല. ഇത് വെച്ച് അസുഖങ്ങൾ കൂടുതൽ പടരാതിരിക്കും. കിടക്കുന്നിടത്ത് ബെഡിൽ പച്ചക്കർപ്പൂരം മസ്റ്റായിട്ട് ഇടുക. അത് ആയുർവേദ കടയിൽ കിട്ടുന്നതാണ്. അതുപോലെ ഭസ്മം അവിടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ സ്മൂത്തായിട്ട് നമ്മുടെ ദേഹത്ത് ക്ലീൻ ആകാൻ പറ്റും. അപ്പോൾ നമ്മൾ കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ അണുക്കൾ പെരുകാതെ ഇത് പെട്ടെന്ന് തന്നെ ഹീലായിപ്പോൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അലർജിയും കുരുക്കളും ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊക്കെ ടപ്പേന്ന് മാറി സ്കിൻ പഴയ പോലെ ബ്രൈറ്റ്നസ് ആയിട്ടും സ്മൂത്തായിട്ട് ഇരിക്കാൻ പറ്റും. കുറച്ച് ടിപ്സാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട തന്നെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കറിയാം തലയിൽ പേനൊക്കെ ഉള്ളവരാണ്, അതൊക്കെ അന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ കളഞ്ഞു വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ആ വ്രണത്തിൽ പേനൊക്കെ കയറി ഭയങ്കര ഇഷ്യവും പിന്നെ നമുക്ക് ആ തലയൊന്നും അങ്ങനെ കുളിക്കാനൊന്നും പറ്റത്തില്ല. കുളിച്ചാലും അത് ഉണങ്ങാൻ പാടായതുകൊണ്ട് നമ്മൾ ഈ വരുന്ന ഇതൊക്കെ മാറുന്നിടം വരെ തല കുളിക്കാതിരിക്കുക നല്ലത്. പക്ഷെ ദേഹം എന്നും നിങ്ങൾ കുളിക്കണം. അപ്പം ദേഹം കുളിക്കുമ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. പച്ചക്കർപ്പൂരത്തിനൊപ്പം തന്നെ ബെഡിൽ ആര്യവേപ്പില ഇടുന്നതും വളരെ നല്ലതാണ്. അപ്പം അതുപോലെ ചെയ്താൽ നമുക്ക് വളരെ കാര്യങ്ങൾ എളുപ്പത്തിൽ. ഈ ടിപ്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട് ചൂടുപനി വരിക അല്ലെങ്കിൽ ചൂട് പൊങ്ങും നമ്മൾ കുളിക്കരുതെന്നുള്ള ഫീലിങ്. നമ്മൾ എന്നും കുളിക്കണം. കുളിക്കുന്ന വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളമായിരിക്കണം. അതിൽ മഞ്ഞൾപ്പൊടി, ആ കൂടത്തിൽ ലൈറ്റായിട്ട് കുരുമുളക് വേണം, ചുക്ക്, ഇത് മൂന്നും കൂടെ ഒരു ചെറിയ അനുപാതത്തിലെടുക്കുക. എന്നുവെച്ചാൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയിൽ ഒരു 5 കുരുമുളകും ഒരു ചെറിയ പീസ് ചുക്കും കൂടെ പൊടിച്ചിടുക. എന്നിട്ട് അത് ഇളക്കി വെച്ചിട്ട് അതിലൊരു 1/4 സ്പൂണ് നമ്മൾ വെള്ളത്തിൽ ഭസ്മം മേത്ത് സോപ്പിന് പകരം ഫുള്ള് തേക്കുക, ഒരു 5 മിനിറ്റ് നിൽക്കുക, എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ദേഹത്തെ പാടെല്ലാം മാറി സ്കിൻ നല്ല സ്മൂത്തും വൈറ്റും നമ്മുടെ കളർ പെയ്ഡൊക്കെ മാറി പെട്ടെന്ന് ആ കുരുക്കളുടെ പാട് മാറാൻ നിങ്ങളെ സഹായിക്കും. നമുക്കറിയാം ഒരു വ്രണോ കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊന്നും വൃത്തിയായിട്ടിരിക്കുമ്പോൾ അതിൽ വേറെ അണുക്കൾ അവിടെ പെരുകില്ല. ഇതിലൊക്കെ കൂടുതൽ കുരുക്കളും അണുക്കളും പാടുകളും ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഈ അണുക്കൾ പെരുകുമ്പോഴാണ്. അണുക്കൾ പെരുകാതിരിക്കാനാണ് ഈ ആയുർവേദ മിക്സ് ഇട്ട് കുളിച്ചിട്ട് മേത്ത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഒരുപാട് കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ മാത്രം കുളിച്ച് ജസ്റ്റ് ബോഡി ഒന്ന് ഒപ്പിയിട്ട് ഭസ്മം എടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഭസ്മം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ നെറ്റിയിൽ തൊടുന്നതാണ്. അത് ചെറുതായിട്ട് നമ്മുടെ വെള്ളത്തിൽ കയ്യിലിച്ചിരി കുഴച്ചിട്ട് നമ്മുടെ ദേഹം ഫുള്ള് ജമ്മോഹവും കഴുത്തും നമ്മുടെ എവിടെയൊക്കെയോ ഫുൾ ബോഡിയിൽ അത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കിടക്കുക. അത് രാത്രി അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മളൊരു 5 ദിവസമൊക്കെ ചെയ്യുന്നതിന് ഇത് നന്നായിട്ട് മാറിയിരിക്കും. പിന്നെ ബോഡിയിലെ പാട് മാറാനായിട്ട് ഇത് കരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുളിക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഭസ്മം മേത്ത് സോപ്പിന് പകരം ഫുള്ള് തേക്കുക, ഒരു 5 മിനിറ്റ് നിൽക്കുക, എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ദേഹത്തെ പാടെല്ലാം മാറി സ്കിൻ നല്ല സ്മൂത്തും വൈറ്റും നമ്മുടെ കളർ പെയ്ഡൊക്കെ മാറി പെട്ടെന്ന് ആ കുരുക്കളുടെ പാട് മാറാൻ നിങ്ങളെ സഹായിക്കും. ഈ ടിപ്പുകൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് ഇപ്പോൾ നമുക്കിതിനെല്ലാം നന്നായിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് മരുന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് സോൾവ് ആകും. ഹോമിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പെട്ടെന്ന് മാറാനും പെട്ടെന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. താങ്ക് യു.